പത്തനംതിട്ട ആറന്മുള നെല്ലിക്കലിൽ വയലിലെ വെള്ളക്കെട്ടിൽ വീണ് 2 യുവാക്കൾ മരിച്ചു എന്നൊരു വാർത്തയുണ്ട്. നെല്ലിക്കൽ സ്വദേശിയായ മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. പ്രവീൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഈ തോണി മറിഞ്ഞത്? ഇവർക്ക് തോണി കൊണ്ടുപോകാൻ അറിയാത്തവരായിരുന്നോ? തുഴയാൻ അറിയാത്തവരായിരുന്നോ? എന്താ സംഭവിച്ചത്? അരുൺ, ഞാനിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ കാണാം, ഈ ഭാഗത്തു കൂടിയാണ് ഈ യുവാക്കൾ വഞ്ചിയിൽ കയറി മീൻ പിടിക്കുന്നതിനായി പോയത്. നല്ല ആഴമുള്ള സ്ഥലമാണ് ഇത്. ഇപ്പോൾ തരിശായി കിടക്കുന്ന, അല്ലെങ്കിൽ നെൽകൃഷി ഇല്ലാത്ത ഒരു സ്ഥലമാണ്. വെള്ളം നിറയെ കയറി കിടക്കുന്നു. പാടശേഖരമാണ്. നമുക്ക് അവിടെ ആ ഭാഗത്തൊക്കെ പുല്ല് വളർന്നു നിൽക്കുന്നത് കാണാം. ഇവർ 4 പേരടങ്ങിയ സംഘമാണ് ഇവിടെ മീൻ പിടിക്കുന്നതിനായി എത്തിയത്. അതിനുശേഷം ഈ ഭാഗത്തു നിന്നും ഇവർ വള്ളമെടുത്ത് നേരെ ആ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ അകലെ ചെന്നപ്പോൾ വള്ളം മറിയുകയായിരുന്നു. ആ സമയത്ത് അവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഓടിയെത്തിയപ്പോൾ 2 പേർ ആ ഭാഗത്ത് മുങ്ങിത്താഴുന്നത് കണ്ടു. പിന്നീട് ഇവിടെയുള്ള നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു പെൺകുട്ടി തന്നെ നമ്മോടൊപ്പം ഉണ്ട്. പാർവതി എന്നാണ് പേര്. എന്താണ് നിങ്ങൾ വന്നപ്പോൾ കണ്ടത്? അവരെൻ്റെ ഇങ്ങനെ മുങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ രക്ഷിക്കണേന്ന് പറഞ്ഞൊരു ഇതിലായിരുന്നു. അപ്പം അടുത്ത വീടായതുകൊണ്ട് ഞങ്ങൾ വന്ന് രക്ഷപ്പെടുത്തി. അമ്മയും ഞാനും ഇവിടുത്തെ ബാക്കിയുള്ള ഉപ്പാപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിടിച്ച് കയറ്റിയിട്ട് CPR ഒക്കെ കൊടുത്തു. കുറച്ച് ജീവനേ ഉള്ളായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതായിരുന്നു. സ്ഥിരമായിട്ട് ആളുകൾ മീൻ പിടിക്കാൻ വരുന്ന സ്ഥലമാണ്? അല്ല, ജസ്റ്റ് ഒരു വെള്ളം കയറിപ്പോൾ ജസ്റ്റ് പിടിക്കുന്നൊക്കെ ഉള്ളൂ. ആഴമുള്ള സ്ഥലം കൂടിയാണ്. ആണാണ്, ആഴമുള്ള സ്ഥലം കൂടെ. അതുപോലെ ഇവിടുത്തെ ആൾക്കാർ മാത്രമേ അങ്ങനെ മീൻ പിടിക്കാറുള്ളൂ. അരുൺ, നെല്ലിക്കൽ സ്വദേശിയായിട്ടുള്ള മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നീ 2 യുവാക്കളാണ് മരിച്ചത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ദേവൻ, നെല്ലിക്കൽ സ്വദേശി ദേവനെ ഇപ്പോഴും കാണാതായിട്ട്. അല്പസമയം മുമ്പ് വരെ ഫയർഫോഴ്സ് ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. ഡിങ്കിയൊക്കെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. ഈ കാണുന്നതാണ് യുവാക്കൾ ഇവിടെ വന്ന് അവരുടെ ബാഗും സാധന സാമഗ്രികളും ഒക്കെയാണ്. മാലയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അല്പസമയം മുമ്പ് വരെ തിരച്ചിൽ നടത്തി. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ ഇനിയിപ്പോൾ തിരച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രാവിലെ മാത്രമേ തിരച്ചിൽ തുടരാനാകൂ. ഏതായാലും 3 പേർ ഈ വള്ളത്തിലുണ്ടായിരുന്നു. അതിൽ വള്ളം മറിഞ്ഞ് 2 യുവാക്കളാണ് മരിച്ചത്. നെല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ. ഇനിയിപ്പോൾ ദേവനെയാണ് കണ്ടുകിട്ടാനുള്ളത്. ആ ദേവന് വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയിപ്പോൾ നാളെ തുടരുമെന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. സംഭവമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മഴ ഉള്ള സമയമാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും റിസ്കിയായ യാത്രകൾ നിങ്ങൾ നടത്തരുത്. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.